സിറോ മലബാർ സഭയിൽ 4 വിമത വൈദികർക്കെതിരെ കടുത്ത നടപടി. ഫാദർ വർഗീസ് മണവാളൻ, ജോഷി വേഴപ്പറമ്പിൽ, തോമസ് വാളൂക്കാരൻ, ബെന്നി പാലാട്ടി തുടങ്ങിയവരെ വൈദിക വൃത്തിയിൽ നിന്ന് വിലക്കി. 4 വിമത വൈദികരോടും പ്രീസ്റ്റ് ഹോമിലേക്ക് മാറാൻ അന്ത്യശാസനം നൽകി. പരസ്യ കുർബാന അർപ്പിക്കാൻ പാടില്ലെന്നും അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർ നിർദ്ദേശം നൽകി. നിതിൻ സേവ്യർ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. നിതിൻ, ഇത്തരത്തിൽ സഭയുടെ ഭാഗത്തു നിന്ന് വലിയൊരു നടപടിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഈ 4 വൈദികർക്കെതിരെയും നേരത്തെ വിലക്കടക്കമുള്ള മറ്റ് നടപടികൾ, ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തിയ നടപടികളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതുവരെ സഭ എടുത്തിട്ടുള്ള ഏറ്റവും വലിയ നടപടിയിലേക്ക് പോകുന്നു അല്ലേ കാര്യങ്ങൾ? തീർച്ചയായും സ്നേഹ, അങ്ങനെ തന്നെ വേണം കരുതാൻ. നേരത്തെ ഈ ഏകീകൃത കുർബാന വിഷയത്തിൽ സിറോ മലബാർ സഭ ഇതുവരെ എടുത്തിട്ടുള്ളതിൽ ഏറ്റവും കടുത്ത നടപടി എന്ന് തന്നെ ഈ നടപടിയെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. അതായത് 4 വൈദികരെ അവരുടെ വൈദിക വൃത്തിയിൽ നിന്നും താൽക്കാലികമായി വിലക്കിയിരിക്കുകയാണ്. നേരത്തെ തന്നെ ഈ വൈദികർക്ക് നിലവിലുണ്ടായിരുന്ന ചുമതലകളിൽ നിന്നും മാറി നിൽക്കണമെന്നും ഇവർക്ക് നേരത്തെ തന്നെ ട്രാൻസ്ഫർ നൽകിയിരുന്നു. പക്ഷേ ആ തീരുമാനങ്ങൾ ഇവർ അംഗീകരിച്ചിരുന്നില്ല. ഇവർ നിലവിലുള്ള ചുമതലയിൽ നിന്ന് മാറി പ്രീസ്റ്റ് ഹോമിലേക്ക് മാറണമെന്ന് 2 ആഴ്ച മുൻപാണ് ഇവർക്ക് അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായ ബോസ്കോ പുത്തൂർ നിർദ്ദേശം നൽകിയത്. പക്ഷേ ഇത് അംഗീകരിക്കാൻ ഇവർ തയ്യാറായിരുന്നില്ല. ഇവിടെ പുതുതായി ചുമതല നൽകിയിരുന്ന വൈദികർ ഇവിടെ എത്തിയപ്പോൾ അവരെ ഈ വിമത വിശ്വാസികളടക്കമുള്ളവർ ചേർന്ന് തടയുകയും പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു. അവർക്ക് പിന്നീട് ഈ പള്ളിയിൽ കയറാൻ, ഇടവകളിൽ ചുമതല ഏറ്റെടുക്കാൻ കഴിയാതെ തിരികെ പോകേണ്ട സാഹചര്യവും വന്നിരുന്നു. ഈ വിഷയത്തിൽ തൃപ്പൂണിത്തുറയിലടക്കം പോലീസിൽ കേസാവുകയും ചിലർ കോടതിയിലടക്കം പോവുകയും ചെയ്തിരുന്നു. ആ ഒരു നടപടിയിലാണ്, അല്ലെങ്കിൽ ഈ സഭയുടെ തീരുമാനം